അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് അച്ചീവ്മെൻ്റ് ആണ് COP10 നമ്മൾ ആ അച്ചീവ്മെൻ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് പ്രാധാന്യം കൊടുത്ത് ഒരു സ്ത്രീയുടെ പ്രഗ്നൻസി ടൈമിൽ ഗർഭകാലത്ത് അവൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം അവളുടെ പുരുഷന്റെ സാമീപ്യവും സ്നേഹവുമാണ് എന്നുള്ള തിരിച്ചറിവ് മറ്റേതൊരു കാലഘട്ടത്തെക്കാളും അവൾക്കുണ്ട് എന്ന് നമ്മുടെ ഓർഗനൈസേഷൻ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഗ്രേപ്സിൽ നമ്മുടെ സ്റ്റാഫുകളുടെ നമ്മൾ മെയിൽ സ്റ്റാഫ് ഒള്ളിയാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. വൈഫ് പ്രഗ്നൻ്റ് ആണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ദിവസം മുതൽ ന്യൂട്രീഷൻ അലവൻസ് കൊടുക്കുന്നുണ്ട്. അവർ ആ ഡെലിവറി റിപ്പോർട്ട് ചെയ്യുന്ന ദിവസം വരെയും അതുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യുന്ന ദിവസം ഒരു ഇൻസ്റ്റൻറ്റ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു ഫാദർഹുഡിലേക്ക് അവർ കടക്കുമ്പോൾ ഒരു സപ്പോർട്ട്. പക്ഷെ എന്തുകൊണ്ട് ആ ന്യൂട്രീഷൻ അലവൻസ് ഭർത്താവ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് അവർക്ക് കിട്ടുന്നു? കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടം ആ സാമീപ്യവും അവരാൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഫീലുമാണ് ഗർഭകാലത്ത് ഉണ്ടാവേണ്ടുന്നത്. ഓർഗനൈസേഷൻ എൻകറേജസ് ആൻഡ് വെൽക്കംസ് ദ പ്രസൻസ് ഓഫ് എ ബർത്ത് കമ്പാനിയൻ ഡ്യൂറിങ് ലേബർ. ആ ഡെലിവറി സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ട ആളിന് കൂടെ നിൽക്കാനും സഹകരിക്കാനുമുള്ള സംവിധാനം കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മളുടെ ഹോസ്പിറ്റലിന് ഓർഗനൈസേഷന് ഒരു പ്രോഗ്രാം ഉണ്ടാവണം. അത് നമുക്ക് എൻകറേജ് ചെയ്യാൻ കഴിയണം. അവരെ വെൽക്കം, അവർ ഒന്ന് ചോദിക്കുമ്പോൾ പോലും എനിക്കിപ്പോൾ എത്രയോ ഡെലിവറികൾ എൻ്റെ ഫാമിലിയിൽ എൻ്റെ മക്കളുടേത് ഞാൻ ചോദിച്ചാൽ പോലും പലപ്പോഴും ഒരു കമ്പാനിയൻ പ്രസൻസ് കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലുകൾ സമ്മതിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു അച്ചീവ്മെൻ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ പറയുന്നത് അത്തരത്തിൽ വേണം. നമുക്ക് സ്വാഭാവികമായിട്ടും അതിന് 2017 ഗവൺമെൻറ് ഒരു ഗൈഡ് ലൈൻസ് കൃത്യമായി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചിരിക്കുന്ന നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ സ്റ്റാഫുകൾക്ക് ഒക്കെ ഉപകാരം ചെയ്യും. സോ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് 5-ാമത്തത് 10-ാമത്തെ സ്റ്റാൻഡേർഡിൽ കെയർ ഓഫ് പേഷ്യൻസിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവർ ഓർഗനൈസേഷൻ എൻകറേജസ് ആൻഡ് വെൽക്കംസ് ദ പ്രസൻസ് ഓഫ് എ ബെർത്ത് കമ്പാനിയൻ ഡ്യൂറിങ് ലേബർ. മനസ്സിലായല്ലോ എത്ര മനോഹരമായ ഒരു കൺസെപ്റ്റാണ്. നമ്മുടെ ആശുപത്രി പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ കേട്ടോ. ഒരു പേഷ്യൻ്റ് പോലും അല്ലാത്തപ്പോഴും ഫ്രണ്ട്ലി ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഏത് കാര്യത്തിലാണ് നമുക്ക് ഫ്രണ്ട്ലി ആകാൻ കഴിയുന്നത്?